ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന സംവിധാനം EVM എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ പറയും. അതെന്നും വിവാദങ്ങളുടെ നായകനാണ്. അപ്പോൾ അത് പലപ്പോഴും ആവശ്യമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സൗകര്യമാണ്. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കണം എന്നുള്ളത് തന്നെ നിർബന്ധം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? എണ്ണി തീരാൻ എളുപ്പം വേണമെന്ന്, പെട്ടെന്ന് വിവരം അറിയണം. വല്ല കുഴപ്പമായി പോയില്ലേ? ഇത് ജപ്പാനിലും അമേരിക്കയിലുമാണ് ഈ സംവിധാനം ആദ്യം കണ്ടുപിടിക്കുന്നത്. പക്ഷേ അവരുടെ രാജ്യത്ത് ഇത് ഉപയോഗിക്കത്തില്ല. അമേരിക്കയിലെ ഇലക്ഷന് ഇത് ഉപയോഗിക്കില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വോട്ടെണ്ണി തീരണമെന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസമൊക്കെ എടുക്കും. അവർക്കത് പ്രശ്നമല്ല. കാരണം എണ്ണുമ്പോൾ എന്തായാലും ബാലറ്റ് പേപ്പറിൽ എണ്ണുന്നത് ഒരു കുഴപ്പമില്ല, നല്ലതാണ്, അങ്ങനെ വേണ്ടത്. ജപ്പാനിൽ ഇത് ഉപയോഗിക്കത്തില്ല. പക്ഷേ മറ്റ് രാജ്യങ്ങളിലെ ഇത് ഉപയോഗിക്കാൻ ഒക്കുള്ളൂ. അവരുണ്ടാക്കി കൊടുക്കും, അവരുപയോഗിക്കത്തില്ല. കാരണം ഇതിന്റെ കള്ളത്തരം അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഇതില് ഒരുപാട് മാനിപ്പുലേഷൻസ് നടക്കും എന്നുള്ളത് തെളിവാണ്. പക്ഷേ നമ്മുടെ കോടതികളും ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധമാണ്. ഇലക്ഷൻ കമ്മീഷൻ അത് നിർബന്ധമാവും. കാരണം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് പണ്ടത്തതുപോലെ അല്ലല്ലോ. ഒരു ഇൻഡിപെൻഡന്റ് ബോഡി ആയിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ സർക്കാരിന്റെ കയ്യിൽ ഒരു കളിപ്പാവ എന്നുള്ള രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒരുപാട് കാര്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. കാരണം അത് ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് പ്രതിപക്ഷ പാർട്ടിയിലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അതിന് കേസെടുക്കുക, പരാതി എഴുപ്പ് കൊടുക്കുക, അതിന് അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. ഇലക്ഷൻ കമ്മീഷൻ ആ രീതിയിൽ പെട്ടെന്ന് ത്വരിതഗതിയിൽ അങ്ങനെയുള്ളപ്പോൾ പ്രവർത്തിക്കും, നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതിനോടൊപ്പമാണ് ഈ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചതിന് ശേഷം എന്താ പരിപാടി എന്നറിയാമോ? പെട്ടെന്ന് ഇതിന്റെ ആവശ്യം കഴിഞ്ഞ് അങ്ങോട്ട് എണ്ണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യും. അതിന്റെ മെമ്മറി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? കാരണം ഇത് ഇനി അടുത്ത ഇലക്ഷൻ ഉപയോഗിക്കണമെങ്കിൽ ഇതിന്റെ മെമ്മറി കിടന്നാൽ പറ്റത്തില്ല എന്നുള്ളതാണ് ന്യായം. പക്ഷെ സുപ്രീം കോടതി ഇപ്പോ അതിനൊരു കൂച്ചുവിലം കിട്ടും. സുപ്രീം കോടതി പറഞ്ഞു, ഈ നമ്മുടെ ബഹുമാന്യനായ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന്റെ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ആ മെമ്മറി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും മെക്കാനിസം വേണം. കാരണം ഇത് അതേപോലെ ഡേറ്റ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് ഒരു എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്തിട്ട് വെക്കണം. എപ്പോൾ വേണമെങ്കിലും ഡേറ്റ റിട്രീവ് ചെയ്യത്തക്ക വേണം ആയിരിക്കണം നടപടി എന്ന് പറഞ്ഞു. അതിന്റെ കാരണമുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അതിന് തെളിവൊന്നുമില്ല, കാര്യം തീർന്നില്ലേ, കൈമലത്തിയാ മതിയല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ഒരു പരിപാടിയാണ് എടുത്തുകൊണ്ടിരുന്നത്. ആ നിലപാട് ഇനി നടക്കുകയല്ല എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ തന്നെ മഹാരാഷ്ട്രയിൽ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട്. മഹാരാഷ്ട്രയിൽ ഉള്ള യഥാർത്ഥ വോട്ടിനേക്കാളും കൂടുതൽ വോട്ട് അവിടെ പോൾ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ വന്നു എന്നുള്ളത് പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്, വേറെ ആരുമല്ല. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിലുള്ള വോട്ടർമാർക്കുടെ സംഖ്യയേക്കാൾ കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് കണ്ടാൽ അതിന് ഉത്തരം പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഉത്തരവില്ലല്ലോ, ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഉത്തരവില്ല. പക്ഷേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം ഉത്തരം കിട്ടുന്നത് വരെ. അതിനൊരു നാന്ദി കുറിച്ചതാണ് ഇന്ന് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിധി.